ഗസയിൽ വെടിനിർത്തൽ ഉണ്ടായാൽ ഇസ്രയേലി മന്ത്രിസഭ താഴെ ഇടുമെന്ന് ഘടകകക്ഷികളായ വലതുപക്ഷ തീവ്രവാദികളുടെ ഭീഷണി. ഈജിപ്തും ഖത്തറുമായി മധ്യസ്ഥ ചർച്ചകൾക്ക് ഹമാസ് നേതാക്കൾ കെയ്റോയിലെത്തിയെന്ന വാർത്തയും വരുമ്പോൾ പി ജെയിംസ് കൂടി നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ്കേൻ. ഹായ്. കനത്ത ചൂടിന്റെ നടുവിലൂടെ അല്ല സഞ്ചരിക്കുന്നത് മനസ്സിലാകുന്നു. രാജഗോപാൽ കാമത്ത് ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, അകത്ത് വലിയ ചൂടില്ല. അപ്പോൾ ജെയിംസ്, നമ്മൾ പശ്ചിമേഷ്യയിലേക്ക് പോയാൽ എന്താണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്? എസ്കേൻ, ഇസ്രായേൽ ഹമാസ് യുദ്ധം പതിവ് പോലെ തുടരുകയാണ്. 6 മാസം കഴിഞ്ഞിട്ടും കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 70 പേർ കൂടി കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നുണ്ട്. അതിനിടയിൽ മധ്യസ്ഥ ശ്രമങ്ങൾ ശക്തമാവുന്നുവെന്ന ആശ്വാസകരമായ വാർത്ത കൂടി വരുന്നു. പ്രത്യേകിച്ച് നമ്മളിന്നലെ പറഞ്ഞതാണ്, ഈജിപ്തിൽ നിന്ന് ഒരു സംഘം ഇസ്രായേലിലെ ടെല്ലവീവിലെത്തി ഇസ്രായേലുമായി ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷം അവർ തിരിച്ചുപോയി. അവർ കെയ്റോയിലുണ്ട്. കെയ്റോയിലേക്ക് ഹമാസിൻ്റെ നേതാക്കൾ പറന്നെത്തുന്നു. അപ്പോൾ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ഒരു മധ്യസ്ഥ ശ്രമത്തിന് നടുവിൽ ഖത്തറും ഈജിപ്തും നിൽക്കുകയാണ്. ഏതാണ്ട് ഒരു വെടിനിർത്തലിനുള്ള സാധ്യതയൊക്കെ മണത്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇസ്രായേലിൽ വീണ്ടും രാഷ്ട്രീയം കലുഷിതമായിരിക്കുന്നു. അവിടെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ താങ്ങി നിർത്തുന്നത് വലതുപക്ഷ സിയോണിസ്റ്റ് ഘടകകക്ഷികളാണ്. ബെൻ ഗിവർ എന്നൊക്കെ പറഞ്ഞാൽ അതിതീവ്ര വലതുപക്ഷ ആഭ്യന്തരമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ളവർ പറയുന്നത്, എന്തെങ്കിലും വഴിക്ക് വെടിനിർത്തലോ യുദ്ധം അവസാനിപ്പിക്കുന്ന അവസ്ഥയുണ്ടായാൽ ഞങ്ങൾ പിന്തുണ പിൻവലിക്കും, കാലെ പിടിച്ച് താഴെയിടും എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന് കൊടുക്കുന്ന ഭീഷണി. അപ്പോൾ ഒരു ഭാഗത്ത് വലതുപക്ഷ തീവ്രവാദികളുടെ ഭീഷണി വെടിനിർത്തലിനെതിരെ, മറുഭാഗത്ത് വെടിനിർത്തലെങ്കിൽ വെടിനിർത്തൽ നടത്തി ബന്ദികളെ, ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കണമെന്ന് പറഞ്ഞ് 10,000-ങ്ങൾ തെരുവിൽ. യഥാർത്ഥത്തിൽ ചെകുത്താനും കടലിനും ഇടയിൽ തന്നെയാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. എസ്കേൻ, അതിനിടയിൽ ഒരുപാട് ശ്രമങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട്. ഇപ്പോൾ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൻ അടുത്ത ദിവസങ്ങളിൽ ഇസ്രായേലിൽ വീണ്ടും എത്തുകയാണ്. 8ാമത്തെ തവണയാണ്. കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകുന്നില്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയാണ്. കാരണം അമേരിക്കയിലെ സർവകലാശാലകളിൽ, ന്യൂയോർക്കിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ, കാലിഫോർണിയയിൽ, മെസാച്യുസെറ്റിൽ, അതുപോലെ തന്നെ ടെക്സാസിൽ അടക്കം നിരവധി സർവകലാശാലകളിൽ പാലസ്തീൻ അനുകൂല പ്രതിഷേധ പ്രകടനവും മാർച്ചും റാലിയുമൊക്കെ നടക്കുന്നു. അതിനെതിരെ പോലീസ് വലിയ രീതിയിലുള്ള അറസ്റ്റ് നടത്തി. 200-ലേറെ ചെറുപ്പക്കാർ ഈ മണിക്കൂറുകളിലെ അറസ്റ്റിലാണ്. 700-ലേറെ പേരെ അറസ്റ്റ് ചെയ്തു. അതിനെതിരെ വലിയ ശക്തമായിട്ടുള്ള പ്രക്ഷോഭം നടക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനുള്ളത് അതിൻ്റെ ഇടയിലാണ് നടക്കുന്നത്. അപ്പോൾ പാലസ്തീൻ വല്ലാത്ത പ്രശ്നമായിട്ട് അവിടെ ഉയർന്നു വന്നിരിക്കുകയാണ്. ജോ ബൈഡനെതിരെ 3 മുതൽ 7 പോയിന്റ് വരെ മുൻതൂക്കത്തിൽ ട്രംപ് മുന്നിലെത്തിയെന്ന വാർത്ത കൂടി മണിക്കൂറുകളിൽ വരുന്നു. അപ്പോൾ ജോ ബൈഡനെ വല്ലാതെ കുലുക്കുന്നതാണ്. അതുകൊണ്ട് ജോ ബൈഡൻ പറയുന്നത് റഫ ഒരു തരത്തിൽ ആക്രമിക്കാൻ പാടില്ല, പക്ഷേ ആക്രമിക്കണമെന്നാണ് ഇസ്രായേലി തീവ്രവാദികൾ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നടുവിൽ ഇസ്രായേൽ ഒരു വലിയ പ്രശ്നമായിട്ട് അമേരിക്കയിൽ, അറബ് രാജ്യങ്ങൾക്കിടയിൽ, യൂറോപ്പിൽ ഒക്കെ ചർച്ചയായിട്ട് വന്നിരിക്കുകയാണ്. എസ്കേൻ. ഓക്കെ, താങ്ക് യു പി ജെയിംസ്. ഒരു കാര്യം കൂടി ജെയിംസ്, ഈ കിഴക്കൻ യുക്രൈനിലെ ചില ഗ്രാമങ്ങൾ റഷ്യ പിടിച്ചെടുത്തു. വളരെ വിജയകരമായ പിന്മാറ്റം യുക്രൈൻ തൽക്കാലം നടത്തി. ഇനി അമേരിക്കയിൽ നിന്ന് പുതിയ ആയുധങ്ങളൊക്കെ കിട്ടിയാൽ മാത്രമേ ഈ ഗ്രാമങ്ങൾ തിരിച്ചു പിടിക്കാൻ കഴിയൂ എന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറയുകയും ചെയ്യുന്നു. എന്താണ് ഇപ്പോൾ കിഴക്കൻ യുക്രൈനിലെ അവസ്ഥ? എസ്കേൻ, കിഴക്കൻ യുക്രൈനിലെ പ്രധാന പ്രവിശ്യയായ ഡോണറ്റ്സ്കിൽ പ്രധാനപ്പെട്ട ഒരു 3 ഗ്രാമങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ പിടിച്ചടക്കിയിട്ടുണ്ട് റഷ്യൻ സേന. അത് വല്ലാത്തൊരു ബ്രേക്ക് ത്രൂ ആണ്. അവദിവിദിക്ക എന്ന നഗരം കിഴക്കൻ യുക്രൈനിൽ പിടിച്ചടക്കിയത് തന്ത്രപ്രധാനമായ ഒരു പിടിച്ചടക്കലായിരുന്നു. അത് പിടിച്ചടക്കിയിട്ട് 1 മാസത്തിലേറെയായി. പക്ഷെ അതിനുശേഷം ഇഞ്ച് ബൈ ഇഞ്ച്, ഇഞ്ചോട് ഇഞ്ച് പൊരുതിയാണ് റഷ്യ ഒരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആയുധങ്ങളൊക്കെ ഏതാണ്ട് തീർന്നിരിക്കുകയാണ്. അമേരിക്കയിൽ നിന്ന് ആയുധം വരുന്നുണ്ട്, അതൊക്കെ പാതി വഴിയിലാണ്. അത് കിട്ടിയാൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും തന്ത്രപരമായി തങ്ങൾ പിന്മാറിയെന്ന് യുക്രൈൻ പറയുന്നുണ്ട്. തന്ത്രമായി പിന്മാറി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം അവിടുത്തെ ഗ്രാമങ്ങളൊക്കെ റഷ്യ പിടിച്ചു എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ റഷ്യ അവിടെ മുന്നേറ്റം നടത്തുന്നു. പക്ഷേ മിസൈൽ യുദ്ധത്തിൽ മുന്നേറുന്നത് കിഴക്കൻ ഉക്രൈൻ്റെ ഭാഗത്തു നിന്ന് മാറിയുള്ള സ്ഥലങ്ങളിൽ ഉക്രൈൻ സേനയാണ്. ഉക്രൈൻ സേന ദീർഘദൂര മിസൈലുകൾ സീക്രട്ട് വെപ്പൺ എന്ന നിലയിൽ അമേരിക്കയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. റഷ്യൻ നഗരങ്ങളിൽ അവർ ആക്രമണം നടത്തുന്നുണ്ട്. പകരം റഷ്യയും ഇവിടെ തിരിച്ചടിക്കുന്നു. കീവിൻ്റെ ചില പ്രദേശങ്ങളിലൊക്കെ തിരിച്ചടിക്കുന്നുണ്ട്. അപ്പോൾ യുദ്ധം ആ രീതിയിൽ നടക്കുമ്പോഴും ഗ്രാമങ്ങൾ പിടിച്ചടക്കി കരയുദ്ധത്തിൽ റഷ്യ മുന്നേറുന്നു എന്ന വാർത്ത തന്നെയാണ് വരുന്നത്. വ്ളാഡിമിർ സെലൻസ്കി അസ്വസ്ഥനാണ്. അധികം ആയുധങ്ങൾ വേഗം കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാവുമെന്ന് പറയുന്നുണ്ട്. കാരണം ആയുധങ്ങൾ വന്നില്ലെങ്കിൽ
അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ റഷ്യ ഉക്രൈനെ പിടിച്ചടക്കുമെന്ന വലിയ ഭീതി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്ക 61 ബില്യൺ $6100 ഇതൊക്കെ പാസ്സാക്കിയിരിക്കുന്നത്. ജോ ബൈഡനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ഒരു ഭാഗത്ത് ഇസ്രായേൽ പ്രശ്നം, മറുഭാഗത്ത് ഉക്രൈൻ്റെ പ്രശ്നം. ഈ രണ്ട് പ്രശ്നങ്ങൾക്ക് നടുവിൽ തൻ്റെ ജനപ്രീതി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഈ നവംബറിലാണ്. ട്രംപ് 49% വോട്ടുമായിട്ട് സർവേകളിൽ മുന്നിട്ട് നിൽക്കുന്നു. 43% കുറഞ്ഞിരിക്കുന്നു ജോ ബൈഡൻ്റെ പിന്തുണ. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത രീതിയിൽ അതിനെ സ്വാധീനിക്കുന്നതാണ്. എസ്.കെ. പി പി ജെയിംസ്, ഇനി നമുക്ക് നാളെ ഇതേ സമയം കാണാം. വിദേശ വാർത്തകളുമായി പി പി ജെയിംസ് നാളെ എത്തും.